ഈ വന്ദേ ഭാരത്, അതായത് എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്തു, ഫ്ലാഗ് ഓഫ് ചെയ്തു. അത് നല്ലതാണ്, നല്ലൊരു കാര്യമാണ്. കാരണം ബാംഗ്ലൂരിൽ പോകേണ്ടവർക്കൊക്കെ വളരെ സൗകര്യമാണ് ബാംഗ്ലൂരിലേക്ക് പോകാൻ. എന്നാലും 9 മണിക്കൂറോളം എടുക്കുന്നുണ്ട്. അത് അല്പം കൂടുതലാണെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. പക്ഷേ എന്നാൽ പോലും ബാംഗ്ലൂരിൽ 9 മണിക്കൂറുണ്ടെങ്കിലും ചെല്ലാമല്ലോ. നല്ല സുഖകരമായ യാത്രയാണ്. അതിന് കുറേ കൂടെ സ്പീഡ് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഒരു 7 മണിക്കൂർ ഒക്കെ ആക്കിയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. അപ്പോൾ ഇത് നല്ലതെന്ന് പറയുന്നതോടൊപ്പം ഇതിപ്പോൾ ഒരു സംശയം എന്ന് വരുന്നത് RSSകാരുടെ തീവണ്ടിയാണോ എന്ന് ഒരു സംശയം വരും. അപ്പോൾ RSSൻ്റെ ഗണഗീതം ഈ ട്രെയിനിൽ ആലപിക്കപ്പെട്ടു. അപ്പോൾ അത് വളരെ ഒരുപാട് കോണുകളിൽ നിന്ന് അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയോ, പെട്ടെന്ന് റെയിൽവേ അതങ്ങ് മാറ്റിയിട്ട് വലിയ താമസമൊന്നുമില്ലാതെ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉൾപ്പെടെ വീണ്ടും അങ്ങിട്ടു. അപ്പോൾ ഇതാണ് റെയിൽവേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, സദേൺ റെയിൽവേ ചെയ്തതാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ തോന്നും ഈ തീവണ്ടി എന്ന് പറയുന്നത് RSSൻ്റെ വണ്ടിയാണെന്ന് തോന്നും. ഇത് RSSൻ്റെ ഒന്നും അല്ല, ഇതിവിടുത്തെ ജനങ്ങളുടേതാണ്. ഇവിടെ ജനങ്ങളുടെ നികുതി പണമാണ് ഇതിൻ്റെ എല്ലാം ഉപയോഗിക്കുന്നത്, അല്ലാതെ RSSൻ്റെ ഒന്നും അല്ല. RSSൻ്റെ സംഭാവനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവരിവിടെ കൊണ്ടുവന്നേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള ഒരു സംഭാവനയും ഞാൻ കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. അതിന് അങ്ങനെ അവർ നല്ല സംഘടനയാണ്, ഇതിങ്ങനെ അതൊക്കെ ആയിക്കോട്ടെ, അവരുടേതായ ഒരു സംഘടനയുണ്ട്, സംഘടനാ ബലമുണ്ട്, അതൊക്കെ നല്ലത്. പക്ഷേ ഇതുപോലെ ഇപ്പം ഇത് ഇനി ഗണഗീതം പാടിയാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടെന്ന് പറയുന്നത് ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് പറയുന്നതല്ലത്. ഒരു വർഗത്തിൻ്റെയും പ്രത്യേകിച്ച് ഒരു കാര്യവും ഇങ്ങനെയുള്ള പബ്ലിക് ഫങ്ഷൻസിൽ ഇതുപോലെ ചെയ്യാൻ പാടില്ല. ഈ പാട്ടൊന്നും അതിലൊന്നും വെക്കാൻ പാടില്ല, പാടാനും പാടില്ല, അവിടെ അത് പെർമിറ്റ് ചെയ്യാനും പാടില്ല. കാരണം ഇത് മറ്റൊരു ചിന്താക്കുഴപ്പം സമൂഹത്തിലുണ്ടാക്കും. അവിടെ ഒരുപാട് ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. RSSനെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇത് നല്ലതായിരിക്കും. പക്ഷേ അവരാണോ സമൂഹത്തിൽ ഭൂരിപക്ഷം ഉള്ളത്? അല്ലല്ലോ. ബാക്കി എല്ലാ പക്ഷമില്ലേ. ഇത് പാടിയതുകൊണ്ടെന്ന കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമുണ്ട് ഒരു വിധത്തിൽ. ഒന്ന്, ഇതുപോലുള്ള ഒരു പബ്ലിക് ഫങ്ഷൻ, അതാണ് പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തു, നല്ലതായിക്കോട്ടെ, അത് എല്ലാം വളരെ നല്ലത്. പക്ഷേ ആ തീവണ്ടിക്കകത്ത് കുറേ പേര് ക്ഷണിച്ച് കയറ്റി, അത് ആരെയൊക്കെയാണെന്നുള്ളത് ഇനി നിങ്ങൾ തന്നെ അന്വേഷിച്ചാൽ അത് ഞാൻ പറയുന്നില്ല. ഏതായാലും അങ്ങനെ കുറേ പേരെ ക്ഷണിച്ച് അതിനകത്ത് കയറ്റി കൊണ്ടുപോയി, നല്ലത്. അവർ അവിടെ പോന്നു. അത് പിന്നെ നമ്മുടെ സുരേഷ് ഗോപി ഉൾപ്പെടെ പോയിട്ട് സ്വീകരണം ഏറ്റുവാങ്ങുന്നു. ഈ സുരേഷ് ഗോപിയുടെ പങ്കുതീര് എന്തുവാണെന്ന് എനിക്കറിയില്ല, ഞാൻ പ്രത്യേകിച്ചൊന്നും ഉള്ളതായിട്ട് ഞാൻ കേട്ടില്ല. കാരണം ഇവിടെ വന്ദേ ഭാരത് വരാൻ കാര്യം, ഇനി ഇവിടെ കൂടുതൽ വന്ദേ ഭാരത് വരും കേരളത്തിൽ. അതിൻ്റെ കാരണം എന്താണ്? ഇന്ത്യയിൽ ഓടുന്ന വന്ദേ ഭാരതുകളിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത് കേരളത്തിൽ ഓടുന്ന വന്ദേ ഭാരതുകളിൽ നിന്നാണ്. കാരണം എന്താണെന്നറിയോ, അവിടെയൊക്കെ ബാക്കിയുള്ളിടത്തൊക്കെ ഉണ്ടല്ലോ, അവിടെ കയറും, ടിക്കറ്റും എടുക്കത്തില്ല, കത്തിയും കാണിച്ച് യാത്ര ചെയ്യും, ഒരുത്തനും ഒന്നും ചെയ്തില്ല, ചോദിക്കത്തില്ല. പക്ഷേ ഇവിടെ അങ്ങനല്ല. ഇവിടെ മാനം മര്യാദയ്ക്ക് ആളുകൾ ടിക്കറ്റ് എടുത്ത് അതുപോലെ യാത്ര ചെയ്യും, ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്യും, അതാണ് കാര്യം. അപ്പോൾ ഒരു പൊതു ഫങ്ഷനിൽ ഇത് ചെയ്യാൻ പാടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതൊരു പൊതു മുതലാണ്. അതിനെ RSSൻ്റെ ഒരു കുപ്പായം ഇടിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ എനിക്ക് RSSനോട് വിരോധമൊന്നുമില്ല. ഞാൻ ആ സംഘടനയുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടുള്ളവരാണ് ഞാൻ. എനിക്ക് അവരുടെ അടുത്ത് നല്ല കെട്ടുറപ്പുള്ള ഒരു സംഘടനയാണ്. സംഘടന എന്നുള്ള നിലയിൽ വളരെ നല്ലതാണ്. പക്ഷേ അവരുടെ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ രാജ്യത്തെ വർഗീയത അളിക്കത്തിക്കാനും അതേപോലെ തന്നെ അതിൻ്റെ പേരിൽ രക്തച്ചൊരിച്ചിലുണ്ടാക്കാനും പറ്റിയെന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ സംഭാവനയായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ അതല്ലാതെ ഞാൻ വേറൊന്നും കാണുന്നില്ല. ഇനി അത് വേറെ എന്താ ഉള്ളതെന്ന് ഇപ്പം നമ്മൾ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് എന്താ, നമുക്ക് ഡൽഹി ഇപ്പോൾ താജ്മഹൽ ഷാജഹാൻ ചക്രവർത്തിയാണ് നിർമ്മിച്ചത്. ഇനി അത് വേറെ ആരെങ്കിലും ആണെന്നുള്ളത് പറയാൻ ഇനി ഒരുപാട് താമസമൊന്നും വരികയില്ല. പിന്നെ ചെങ്കോട്ട ആരാ ഉണ്ടാക്കിയത്? എല്ലാവർക്കും അറിയാമല്ലോ, ലാൽ കില ചെങ്കോട്ട ഉണ്ടാക്കിയത്. ഫത്തേപൂർ സിക്രി തുടങ്ങി കുത്തബ് മിനാർ തുടങ്ങിയുള്ള വലിയ കൺസ്ട്രക്ഷൻസ് എല്ലാം, ചാർമിനാർ തുടങ്ങി ഇതൊക്കെ ഓരോരുത്തരും ഉണ്ടാക്കിയതാണ് അല്ലേ? അതേപോലെ RSSകാരെന്തെങ്കിലും ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരുടെ സംഭാവന
കാണത്തക്കൊണ്ടുള്ളതൊന്നുമില്ല. പക്ഷേ അവരെ സംഭാവനയുണ്ട് ഈ കാര്യം, ഏത് കാര്യത്തിലാണെന്ന് ഞാൻ പറഞ്ഞു. ഇതല്ലാതെ വേറൊന്നുമില്ല. ആ സംഘടനയെക്കുറിച്ച് എനിക്ക് മോശമായ ഒരു അഭിപ്രായമില്ല. പക്ഷേ അവരുടെ എന്ന് പറഞ്ഞാൽ ആ സംഘടനയുടെ ഒരു കാര്യമായിട്ട് ഇതേപോലെ ഒരു വന്ദേ ഭാരത് പോലുള്ള ഒരു ട്രെയിനിൻ്റെ ഉദ്ഘാടനം അത് മാറ്റാൻ പാടുള്ളതല്ല. അങ്ങനെ എനിക്ക് അഭിപ്രായമുണ്ട്. അപ്പോൾ RSSൻ്റെ എന്ന് പറഞ്ഞത് BJPയുമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത് RSSനാണല്ലോ. RSSകാരാണല്ലോ BJPക്കാരെന്ന് പറയുന്നത് കൂടുതലും, അല്ലാതെ വേറെ ആരും അതില്ലല്ലോ. പിന്നെ ബാക്കി അതിൽ നിന്ന് അല്ല വന്ന് കയറുന്നവരെന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും മുതലൊക്കെ ഉദ്ദേശിച്ച് വന്ന് കയറുന്നവരാണ്. കാരണം ഇവിടെ ഒന്നും വലുതായിട്ട് കിട്ടാനില്ല, നോക്കിയിരുന്ന് അങ്ങോട്ടൊന്ന് ചാടിയാൽ നേരെ അങ്ങ് BJPയിലോട്ട് ചാടുന്നവരുണ്ട്. അവർ ഈ RSSൻ്റെ ബാലപാഠങ്ങളൊന്നും പഠിക്കാതെ അങ്ങോട്ട് ചാടുന്നത്. ചാടിക്കിടന്ന് അനുഭവിക്കാനേ വെക്കൂ, ഒന്നും കിട്ടത്തില്ല. നമ്മൾ കുറേ പേരെ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ കണ്ടിട്ടുണ്ട് കുറേ പേരെ. കുറേ അവർ ഒരു IPSകാർ ഒക്കെ പോയിട്ടുണ്ട്. എന്തുമായിട്ടുള്ളത് അവർക്കൊക്കെ എന്താ ആവാൻ പറ്റിയിട്ടുള്ളത്? എന്തെങ്കിലും ആയിട്ടുണ്ടോ? വർഗീയത വിളിച്ച് പുലമ്പുക എന്നുള്ളത് കഴിഞ്ഞാൽ അവർക്ക് വേറെ എന്തെങ്കിലും സംഭാവന ഈ സമൂഹത്തോട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ചെന്ന് കയറി കഴിഞ്ഞാൽ ഉടനെ പറയുന്നത് എന്തെന്നറിയാം, മോർ ലോയൽ ദാൻ ദ കിങ് എന്ന രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കാൻ തുടങ്ങും. കാരണം ഇവിടുത്തെ മുസ്ലിങ്ങളെന്ന് പറയുന്ന മൂല്യ കുഴപ്പമാണ്, മുസ്ലിങ്ങൾ മറ്റേതാണ് മറിച്ചതാണ് എന്ന് പറയുന്ന വെള്ളാപ്പള്ളിയുടെ ഭാഷയാണ് പിന്നെ ഇവർക്കൊക്കെ ഉള്ളത്. അത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഞാനീ പറഞ്ഞുകൊണ്ട് വന്നത്, ഇപ്പോൾ ഇതിനകത്ത് ഈ ഗണഗീതം പാടിയതുകൊണ്ട് എന്താ വലിയ ലോകം ഒടിഞ്ഞു വീഴുമെന്ന് വെച്ചാൽ ലോകമൊന്നും ഒടിഞ്ഞു വീഴത്തില്ല. പക്ഷേ നമ്മുടെ മതേതര തത്വങ്ങൾക്ക് അത് വളരെ എതിരാണ്, ചെയ്യാൻ പാടുള്ളതല്ല. മാത്രമല്ല നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയ്ക്കും അത് എതിരാണ്. കാര്യം എല്ലാ ജനങ്ങളുടെയാണ്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും, ഏത് പാർട്ടിയിലോ ഏത് മതത്തിലോ ജാതിയിലോ വിശ്വസിക്കുന്ന ആളുകൾക്കും അവരുടെ എല്ലാ വകയാണ് വന്ദേ ഭാരത് എന്ന് പറയുന്നത്. അത് നമ്മുടെ രാജ്യത്തിൻ്റെതാണ്, അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു രാഷ്ട്രീയ സംഘടനയുടെയോ അല്ല, ഒരു മതസംഘടനയുടെയും അല്ല. അത് ആ രീതി മനസ്സിലാക്കണം. പിന്നെ ഇപ്പോൾ വേറെ ഇതോടൊപ്പം ചേർത്ത് പറയാൻ ഞാൻ ഇപ്പോൾ കണ്ടത്, ഒരു വിജയകുമാരി എന്ന് പറയുന്ന ഒരു സ്ത്രീ കുറിച്ച് ഒരാക്ഷേപം വന്നു കേട്ടോ. തിരുവനന്തപുരത്താണ്, നമ്മുടെ യൂണിവേഴ്സിറ്റി കീഴിലുള്ള കേരള യൂണിവേഴ്സിറ്റി കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നാണ് ഒരാൾ സംസ്കൃതം പഠിച്ചിട്ട് അയാൾ ആ സംസ്കൃതം പഠിച്ച് അത് MPhil ചെയ്തു. MPhil കഴിഞ്ഞിട്ട് അയാൾ ഈ റിസർച്ച് ചെയ്തു. വളരെ കഷ്ടപ്പെട്ട് അയാൾ അതിൻ്റെ തീസിസൊക്കെ തയ്യാറാക്കി, ആ റിസർച്ച് തയ്യാറാക്കി തീസിസ് തയ്യാറാക്കി അങ്ങോട്ട് കൊടുത്തു. ഇത് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വിജയകുമാരി അതങ്ങ് തള്ളി. മാത്രമല്ല അതിന് പറഞ്ഞ വർത്തമാനം എന്ന് പറയുന്നത്, അയാൾ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല, പക്ഷേ അയാൾ പറയുന്നത്, അയാളുടെ പരാതി എന്ന് പറയുന്നത്, ഇവിടെ പുലയന്മാരും പറയന്മാരും ഒക്കെ സംസ്കൃതം പഠിക്കാൻ തുടങ്ങി, അതോടുകൂടി ഇത് നശിക്കുകയാണ്. അവർക്ക് എവിടെ എന്നുവെച്ചാൽ അവർക്ക് സംസ്കൃതം പഠിക്കാൻ പാടില്ല എന്ന്. അവർ ഹിന്ദുക്കൾ പോലും അല്ലെന്നാണ് ഇവരുടെ കാഴ്ചപ്പാടെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അവരെ ഹിന്ദുക്കളായിട്ട് പോലും ഇവർ കണക്കാക്കുന്നില്ല എന്നുള്ളതാണ്. ഹൈന്ദവ മുസ്ലിങ്ങൾക്ക് പഠിച്ചുകൂടെ സംസ്കൃതം? സാൻസ്ക്രിറ്റ് എന്ന് പറയുന്ന ഒരു നല്ല ഭാഷയാണ്, ദേവനാഗരി ലിപിയിലുള്ള ഒരു ഭാഷ. ആ ഭാഷ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അറബി പഠിക്കാൻ പാടില്ലെന്ന് മുസ്ലിങ്ങൾ ആരെടുത്തെങ്കിലും പറയുമോ? അറബി എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ വകയൊന്നും അല്ല. അറബിക്കെന്ന് പറയുന്നത് ലോകത്തുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഷയാണ്. അത് ആർക്കും പഠിക്കാം. എത്രയോ ഹിന്ദുക്കൾ അറബി പഠിപ്പിക്കുന്നു. എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഹിന്ദു സഹോദരങ്ങൾ കുറേ പേര് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അറബി സംസാരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ അത്രയുണ്ട്. അതായത് മുസ്ലിങ്ങൾ എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞൂടാ അറബി, പക്ഷേ ഈ സഹോദരങ്ങൾക്ക് സംസാരിക്കാൻ അറിയാം. അതുപോലല്ലേ സംസ്കൃതം ഒരു ഭാഷയല്ലേ? ആ ഭാഷ പഠിക്കുന്നതിന് പുലയനോ പറയനോ, അപ്പോൾ അവരുടെ പേര് എന്തായാലും ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി 5-6 കിടന്ന് ഓടും ജാമ്യത്തിന്. പണ്ട് നമ്മൾ കണ്ടല്ലോ ഒരാളെ, ഒരു കലാകാരനെ ആക്ഷേപിച്ചത് ഇതേപോലെ പറഞ്ഞ്. അത് തന്നെയല്ലേ ഇവിടെ പുലയനും പറയാനും. അത് മാത്രമോ, ഇയാൾ പറയുന്നത് MPhil മുതൽ ഇയാളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക ഈ സ്ത്രീ. കാര്യം വേറൊന്നുമല്ല, ഇയാൾ ജാതിയിൽ ഇതാണ്. അയാൾ ഒരു പുലയ സഹോദരനായിപ്പോയി. പുലയ സഹോദരനായിപ്പോയത് അയാളുടെ കുറ്റമാണോ? അയാൾ ആ സമൂഹം അതിൽ ജനിച്ചു. അയാൾ പറഞ്ഞുകൊണ്ട് ഞാൻ പുലയനായിട്ട് ജനിക്കണമെന്ന് പറഞ്ഞ് അയാൾ ജനിച്ചതല്ല, ജനിച്ചു വന്നു. അയാൾ ആയിപ്പോയി. ഇവിടുത്തെ ചാതുർണ്യവാരണിയൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ. ഇവിടെ മനുഷ്യരെന്നെ ഇക്വാളിറ്റി അല്ലേ ഇവിടെ ഉള്ളത്.
ഈ സ്ത്രീ ഇതുപോലുള്ള വർത്തമാനം പറയുന്നതിനെയൊക്കെ അവിടെ സർവീസ് വെച്ചുകൊണ്ടിരിക്കാൻ പാടുണ്ടോ? ഇത് മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ്, അതെ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും കണ്ണു തുറന്ന് കാണണം കേട്ടോ. ഇത് കാണണം, കണ്ടിട്ട് ഇതിന് നടപടിയെടുക്കണം. അയാൾക്ക് നീതി കിട്ടണം. ആ മനുഷ്യന്, അയാളുടെ സ്വപ്നമല്ലേ അയാളുടെ ഈ റിസർച്ച് നടത്തി ഡോക്ടറേറ്റ് കിട്ടുക എന്ന് പറയുന്നത്. അത് തല്ലിക്കെടുത്തിയത് എന്തുകൊണ്ടാണ്? ഇയാളൊരു പട്ടികജാതിക്കാരനായിപ്പോ എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ്. അതൊരു കുറ്റമാണോ? അവരെ നമ്മൾ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യല്ലേ ചെയ്യേണ്ടത്? വളരെ ബുദ്ധിമുട്ട്, അവശത അനുഭവിക്കുന്ന ഒരു സമൂഹം, അവരെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് കയറ്റുന്നതിന് പകരം അങ്ങനെ ഒരാൾ എന്തെങ്കിലും ചെയ്താൽ അയാളെ ചവിട്ടി താഴോട്ടിടുന്നതാണോ ചെയ്യേണ്ടത്? ഇതൊക്കെയാണോ വേണ്ടത് എന്ന് നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളും കൂടെ ചിന്തിക്കണം. കാരണം എല്ലാവരും ഇങ്ങനല്ല, നന്നായിട്ട് പെരുമാറുന്ന ആളുകളാണ് അതിൽ ഭൂരിപക്ഷവും. പക്ഷേ ഇതേപോലെ പെരുമാറുന്ന വൃത്തികെട്ട സാധനങ്ങൾ കുറേ ഉണ്ട് ഇതിനകത്ത്. അവരെയൊക്കെ യഥാർത്ഥത്തിൽ നേരെ ചൊവ്വയാക്കി എടുക്കണം. അത് നമ്മുടെ ഒരു ആവശ്യമാണ്, ഇന്നത്തെ സമൂഹത്തിൻ്റെ ആവശ്യമാണ്.